السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله അലിയുൽ അദീം. ബഹുമാനപ്പെട്ടവരെ, ഇത് ശ്രദ്ധ ശപിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇൽമിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമാക്കാണ്, വഖുൽ റബ്ബി സിദ്നി ഇൽമാ. നബിയെ, തങ്ങൾ പറയണം, എനിക്ക് ഇൽമിനെ അധികരിപ്പിച്ചു തരേ എന്ന് പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ കൽപ്പിക്കുകയാണ്. മാത്രല്ല ഇൽമിനെ കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് ഖുർആനിൽ ഒരുപാട് സൂക്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇൽമ പഠിച്ച ആളും ഇൽമ പഠിക്കാത്ത ആളും ഒരിക്കലും സെയിമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഖുൽ അൽ യസ്തവിയല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമ പഠിച്ച ആളും ഇൽമ പഠിക്കാത്ത ആളും ഒരിക്കലും സെയിമാകുകയില്ല. അവരൊരിക്കലും സെയിമല്ല. അതുകൊണ്ട് എൻ്റെ മുഅ്മിനെ ചിന്തിക്കണം. ഒരിക്കലും ഉസ്താദുമാരെ കുറച്ച് കാണാൻ പാടില്ല. ഇൽമ പഠിച്ചൊരാൾ ആര് എത്ര ചെറുതാണെങ്കിൽ പോലും അവരെ നിസ്സാരമാക്കിക്കൂടാ, നിസ്സാരമായി കാണാൻ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൽമ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഇൽമ പഠിക്കുക എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു തൃപ്തിയാണ്, മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൽമ പഠിക്കാനുള്ള മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരുത്തനെ ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, യുഫഖിഹു ഫിദ്ദീൻ, അവനെ ദീനിലൊരു പണ്ഡിതനാക്കുമെന്ന് ദറവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഒരാളെ ഖൈർ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹ് എന്ത് ചെയ്യും? ഒരു ദീനിൽ പണ്ഡിതനാക്കും. അപ്പൊ പണ്ഡിതന്മാരെ കണ്ടാൽ മനസ്സിലാക്കണം, അള്ളാഹു ഉദ്ദേശിച്ച ആൾക്കാരാണ് അവര്. അള്ളാഹു ഉദ്ദേശിച്ച ആൾക്കാരാണ്. അള്ളാഹു ഇൽമ പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. മാത്രല്ല, ബിബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ആരെങ്കിലും വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, ആരെങ്കിലും ഒരാൾ ഇൽമിന്റെ വഴി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ഇൽമ പഠിക്കണമെന്ന് ഒരു മനസ്സിലൊരു നിയ്യത്ത് വെച്ചവൻ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നാ, അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് അത്തരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രല്ല, ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ബിബായ റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുകയാണ്, ഇദാ മാത ഇബ്നു ആദം, ആദം നബിന്റെ സന്തതി ആരെങ്കിലും മരണപ്പെട്ടാൽ, ഇൻഖത അമലുഹു ഇല്ലാ ബിസലാസ,
അവന്റെ എല്ലാ അമലും പൊളിഞ്ഞു പോകും, എല്ലാ അമലും മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസതി, 3 കാര്യങ്ങൾ, 3 അമലല്ലാത്ത എല്ലാ കാര്യങ്ങളും അവൻക്ക് നഷ്ടപ്പെട്ടു പോകും, മുറിഞ്ഞു പോകും. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ അറിയോ? സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖയാണ്. അറിയാതെ ഇടത്തെ കൈ കാണാതെ വലത്തെ കൈ കൊടുക്കുന്നതാണ് സദഖ എന്ന് പറയുന്നത്. സദഖ എന്ന ആളെ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല, ആരും കാണാതെ അവന്റെ രഹസ്യമായി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ഔ ഇൽമി യൻഫഉ ബിഹി, ഉപകാരമുള്ള ഇൽമ് ആർക്കെങ്കിലും ഉണ്ടോ? ഉപകാരമുള്ള ഒരു ആലിമാണ്. ആ ആലിമ് പഠിച്ചതുപോലെ ജീവിതത്തിൽ പകർത്തി അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനത്തെ ഒരു ആൾക്കാരാണെങ്കിൽ അവന്റെ അമൽ അവന്റെ ഖബറിലേക്ക് മുറിയാതെ അവന്റെ ഖബറിലേക്ക് എത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് സ്വാലിഹായ സന്താനങ്ങള്, സ്വാലിഹായ മക്കള്, യദ്ഉ, അവൻക്ക് വേണ്ടി ദുആ ചെയ്യണ മക്കള്. അങ്ങനത്തെ ഒരു മക്കള് ഞമ്മക്കുണ്ടോ? പൊന്നാര ഉമ്മമാരെ, പൊന്നാരന്റെ ഉപ്പമാരെ ചിന്തിക്ക്, നമുക്ക് അങ്ങനെ ഒരു മക്കളുണ്ടോ? ഞമ്മക്ക് വേണ്ടി ദുആ ചെയ്യണ, ഞമ്മക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബറിന്റെ അടുക്കൽ വന്ന് അസ്സലാമു അലൈക യാ ഉമ്മീ, അസ്സലാമു അലൈക യാ അബീ എന്ന് പറയുന്നൊരു മക്കളുണ്ടാ എന്നാ നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാണ്, ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? പിന്നെ നിങ്ങൾക്ക് ബേജാറില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച്, ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു കേട്ടതും പറഞ്ഞതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.